നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ കൗൺസിലിംഗ് മേഖലയിൽ സജീവമായിരുന്ന രണ്ട് ദമ്പതിമാർക്കിടയിലുള്ള വഴക്കും ബഹളവുമാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ചയാവുന്നത്. ദാമ്പത്യ രംഗത്ത് ചേർച്ചകളെ പോലെ തന്നെ തകർച്ചകളും ധാരാളമാണ്. എല്ലാ സമുദായങ്ങളിലും അതുണ്ട് എന്നും നമുക്കറിയാം. ഇക്കാലത്ത് ദാമ്പത്യ തകർച്ചകളുടെയും വിവാഹമോചനങ്ങളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ മാതൃകാ കുടുംബജീവിതം കാഴ്ചവെക്കാൻ ദമ്പതിമാർക്ക് മാർഗനിർദ്ദേശം നൽകുന്നവരുടെ കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകുമ്പോൾ സമൂഹം അതിശയോക്തിയോടുകൂടി അതിനെ നോക്കിക്കാണുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിലനിൽക്കണം. അതിനുവേണ്ടിയാവണം നമ്മുടെ പ്രാർത്ഥന. അള്ളാഹു എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിർഭയത്വവും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്തണമെങ്കിൽ, അതല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ സുപ്രധാനമായ 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ഈ സാഹചര്യത്തിൽ പ്രസക്തമായ 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്നത് തന്നെയാണ്. കുടുംബം വലിയൊരു ആത്മീയ സ്ഥാപനമാണ്. ഒരാത്മീയ സ്ഥാപനം എന്ന നിലയിൽ തന്നെ കുടുംബത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്, ബേസിക് യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നു. ആ കുടുംബം കുളമായാൽ സമൂഹം കുളമായി എന്നുള്ളത്. ആ കുടുംബത്തിൽ നിന്നാണ് നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തുടർന്ന് രാഷ്ട്രത്തിലേക്കും സമൂഹം വികസിക്കുന്നത്. കുടുംബമാണ് അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. ഇതര ആത്മീയ ദർശനങ്ങളിൽ പോലും ഇല്ലാത്ത പ്രാധാന്യം, അടുക്കും ചിട്ടയോടുമുള്ള നിർദ്ദേശങ്ങളും ഇസ്ലാമിലുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായിട്ടാണ് കുടുംബത്തെ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ ഒന്നാണ് കുടുംബം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആനിലെ സൂറത്തു റൂമിലെ 23-ാം വചനം. അള്ളാഹു പറയാൻ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈക. വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലിതസ്കുനൂ ഇലൈഹ, ആ ഇണകളിൽ നിങ്ങൾക്ക് സമാധാനം കൈകൊള്ളുന്നതിന് വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ആ ഇണകൾക്കിടയിൽ എന്തെന്നില്ലാത്ത സ്നേഹവും കാരുണ്യവും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങളാണുള്ളത്. പറഞ്ഞതുപോലെ സൂറത്തു റൂമിലെ 23-ാമത്തെ വചനമാണ്. നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടുന്ന വചനമാണ്. ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വായിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, മനനം ചെയ്യേണ്ടുന്ന വചനമാണ്. അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും നിരവധി ദൃഷ്ടാന്തങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഇണകളായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന കുടുംബമാകുന്ന ദൃഷ്ടാന്തത്തെ വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ധാരാളം ദൃഷ്ടാന്തങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് കുടുംബമാകുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ അള്ളാഹു വിശദീകരിക്കുന്നത്. ഏതെല്ലാമാണ് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ എന്ന് പറഞ്ഞു, വമിൻ ആയാതിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന മഹാത്ഭുതം, ആകാശഭൂമികളാകുന്ന ദൃഷ്ടാന്തം, നിറങ്ങളുടെയും ഭാഷാ വൈവിധ്യങ്ങളുടെയും ദൃഷ്ടാന്തം, ഇടിമിന്നലും മഴയുമാകുന്ന ദൃഷ്ടാന്തം, ഇതൊക്കെയിടയിലാണ് കുടുംബം എന്ന ദൃഷ്ടാന്തം. മനുഷ്യരെ അല്ലാഹു തആല ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന അതിമഹത്തായ ദൃഷ്ടാന്തത്തെ അല്ലാഹു തആല സൂറത്തു റൂമിൽ വിശദീകരിക്കുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹുവിൻ്റെ
അത്യത്ഭുതങ്ങളിൽപ്പെട്ടതാണ്, അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ വുജൂദിനും വഹദാനിയത്തിനുമുള്ള വലിയ തെളിവുകളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു എന്നുള്ളത്. ലിതസ്കുനു ഇലൈഹ, ആ ഇണകളിൽ നിങ്ങൾ ശാന്തിയും സമാധാനവും കണ്ടെത്തുന്നതിന് വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, ആ ഇണകൾക്കിടയിൽ അള്ളാഹു സ്നേഹവും കാരുണ്യവും നിക്ഷേപിച്ചിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ, അവൻ്റെ വജൂദിലേക്കും വഹദാനിയത്തിലേക്കും എത്താൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി, അതല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളിൽ മഹാത്ഭുതങ്ങളിൽ ഒന്നായി ഈ ഇണകളായി മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ പടച്ചു എന്നതിനെ പഠിക്കാവുന്നതാണ്, കാണാവുന്നതാണ്. വ്യാഖ്യാതാക്കൾ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, വമിൻ ഹുജജില്ലാഹി വഅദില്ലതി, അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള തെളിവുകളിൽപ്പെട്ടതാണ്. വമിൻ ഹുജജില്ലാഹി വഅദില്ലതിഹി അലാ വുജൂദിഹി വതൗഹീദിഹി ഖൽഖുഹു ലിയബീകും ആദമ മിൻ നഫ്സിഹി സൗജ. ആദം അലൈഹിസ്സലാമയുടെ നഫ്സിൽ നിന്ന് തന്നെ ആദം അലൈഹിസ്സലാമയുടെ ഇണയെ പടച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള, അള്ളാഹുവിൻ്റെ ഏകത്വത്തിനുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്തിന്? ലിയസ്കുന ഇലൈഹ, ആദം അലൈഹിസ്സലാം ആ ഇണയിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി. വദാലിക അന്നഹു ഖലഖ ഹവ്വാ മിൻ ളിലഇൻ മിൻ അളുലാഇ ആദം, ആദം അലൈഹിസ്സലാമയുടെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു വാരിയെല്ലെടുത്ത് ആ വാരിയെല്ലിൽ നിന്നാണ് ഹവ്വാ അലൈഹിസ്സലാമയെ, അതല്ലെങ്കിൽ ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല പടച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പുരുഷൻ്റെ ആ ഒരു നഫ്സിൽ നിന്ന് തന്നെ ആ പുരുഷൻ്റെ ഇണയായിട്ടുള്ള സ്ത്രീയെയും അല്ലാഹു തആല പടച്ചു. മനുഷ്യനെ അല്ലാഹു തആല പുരുഷനായി മാത്രം സംവിധാനിച്ചില്ല, പുരുഷന്മാരുടെ മാത്രം സമൂഹമായി മനുഷ്യനെ അല്ലാഹു തആല പടച്ചില്ല, പുരുഷന്മാരായി മാത്രം അല്ലാഹു മനുഷ്യനെ പടച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തലമുറയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, മനുഷ്യനെ അല്ലാഹു തആല പുരുഷനായി മാത്രം ആക്കാതിരുന്നത് സൃഷ്ടാവിൻ്റെ യുക്തിയുടെ ആഴവും പൂർണ്ണതയുമാണ് സൂചിപ്പിക്കുന്നത്, പുരുഷനും സ്ത്രീയും. പക്ഷേ നിർമ്മാണത്തിൻ്റെ ഫോർമുല ഒന്ന് തന്നെയാണ്. അതാണ് ആദം അലൈഹിസ്സലാമയിൽ നിന്ന്, അതല്ലെങ്കിൽ പുരുഷൻ്റെ നഫ്സിൽ നിന്ന് തന്നെ സ്ത്രീയെ പടച്ചു എന്ന് പറയാൻ കാരണം നിർമ്മാണത്തിൻ്റെ സൂത്രവാക്യം, ഫോർമുല ഒന്ന് തന്നെയാണ് എന്ന് വിശദീകരിക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ടും ഈ രണ്ടിൻ്റെയും, ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരഘടനയും മാനസിക ഘടനയും വികാരങ്ങളും പ്രവണതകളുമെല്ലാം തീർത്തും ഭിന്നവും വ്യത്യസ്തവുമാണ്. അപ്പോഴും അവക്കിടയിൽ ഓരോന്നും മറ്റേതിനെ ഒത്ത ജോഡിയാവുക എന്ന യോജിപ്പും അല്ലാഹു തആല തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഒത്ത ജോഡി, ബെറ്റർ ഹാഫ് എന്നുള്ളതാണ് മറ്റൊരു പ്രയോഗം. നമ്മൾ സാധാരണ നമുക്കിടയിൽ നടത്താറുള്ള നല്ല പാതി എന്നുള്ള പ്രയോഗം, ഒത്ത ജോഡി. ഈ പുരുഷൻ്റെ നഫ്സിൽ നിന്ന് തന്നെ സ്ത്രീയെ പടച്ചു. അതോടൊപ്പം തന്നെ ഈ രണ്ട് സൃഷ്ടികളും ആണും പെണ്ണും അവയുടെ ശരീരഘടനയിലും മാനസിക ഘടനയിലും വികാരങ്ങളിലും പ്രവണതകളിലുമെല്ലാം തീർത്തും വ്യത്യസ്തരാണ്. എന്നിട്ടും അവ ഓരോന്നും മറ്റേതിന് ഒത്ത ജോഡിയായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു, അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലും ഈ യോജിപ്പ് കാണാൻ കഴിയുന്നതാണ്. ഒരു പ്രദേശത്തും പുരുഷന്മാർ മാത്രമുള്ള പ്രദേശം എന്നൊരു പ്രദേശത്തെ നമുക്ക് കാണുക സാധ്യമല്ല. അതല്ലെങ്കിൽ സ്ത്രീകൾ, പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശം. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പെൺകുഞ്ഞുങ്ങൾ, അതല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആൺകുട്ടികൾ. അങ്ങനെയാവുമ്പോൾ ഒരു അസന്തുലിതത്വമുണ്ട്, ഒരു അപൂർണതയുണ്ട്. ആ അപൂർണതയിലല്ല ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചാണ് അല്ലാഹു തആല പടച്ചത്. ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയെയും അവിടെ നിന്ന് പടച്ചു, അതല്ലെങ്കിൽ ആ സമയത്ത് പടച്ചു എന്ന് മാത്രമല്ല, സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ആസൂത്രണം സന്തുലിതമായി സ്ത്രീകളെയും പുരുഷന്മാരെയും പടക്കുക എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജി, ഈ ആസൂത്രണം സഹസ്രാബ്ദമായിട്ട് പടച്ചതമ്പുരാൻ ഈ പ്ലാനിങ് തുടരുകയാണ്. ഈ പ്ലാനിങ് ആരുടേതാണ്? സഹസ്രാബ്ദമായി പ്രപഞ്ചത്തിലെല്ലാ പ്രദേശങ്ങളിലും ആണും പെണ്ണും സന്തുലിതമായി പടക്കപ്പെടുക എന്ന് പറയുന്ന ഈ ആസൂത്രണം ആരുടേതാണ്? ഇത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയുക സാധ്യമല്ല.
നിരവധി ദൈവങ്ങളുടെ ആസൂത്രണത്തിന്റെ ഫലമാവുക എന്നതും സാധ്യമല്ല. അതും ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആന്റെ യുക്തിപരമായിട്ടുള്ള മറുപടിയായി ഖുർആൻ പറഞ്ഞു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ഈ പ്രപഞ്ചത്തിൽ രണ്ട് ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ശക്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആസൂത്രണമൊന്നും ഭൂമിയിൽ സംഭവിക്കില്ലായിരുന്നു, പ്രപഞ്ചത്തിൽ സംഭവിക്കില്ലായിരുന്നു. എന്നാൽ ഈ ആസൂത്രണം കൃത്യവും വ്യക്തവുമായിട്ട് പറയാൻ കഴിയും. ഒരേ ഒരു സൃഷ്ടാവിൻ്റെ ആസൂത്രണമാണ്. ആ സൃഷ്ടാവിൻ്റെ വുജൂദിനും വഹ്ദാനിയത്തിനും അവൻ്റെ ആസ്തിക്യത്തിനും ഏകത്വത്തിനുമുള്ള തെളിവാണ് ഈ കുടുംബം. അതാണ് പറഞ്ഞത്, വമിന്നായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മതൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണ് വ്യാഖ്യാതാക്കൾ ഈ വചനത്തെ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, സൂറത്തുർ റൂമിലെ 21-ാം വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മനുഷ്യരിൽ മാത്രമല്ല, പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലുമുണ്ട് ഈ സന്തുലിതത്വം. ആണും പെണ്ണുമായിട്ട് പടക്കപ്പെടുക എന്ന് പറയുന്നു. വഖലഖനാകും അസ്വാജ. അല്ലാഹു തആല നിങ്ങളെ പടച്ചിട്ടുള്ളത് ആണും പെണ്ണുമായിട്ടാണ്. പ്രപഞ്ചത്തിലെ മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു അങ്ങനെയാണ് പടച്ചത്. ഇണതുണകളായിട്ടാണ് പടച്ചിട്ടുള്ളത്. ഇണയും തുണയുമായി തോന്നുമ്പടി ഇണയും തുണയുമാക്കുക എന്നുള്ളതല്ല, മറിച്ച് മനുഷ്യരിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൃത്യമായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, വിവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇണകൾ രൂപപ്പെടുക എന്നതാവണം മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ടുന്ന സംവിധാനം. അതും ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വഅഖദ്ന മിൻകും മീസാഖൻ ഖലീലാ. നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല ബലിഷ്ഠമായൊരു കരാറിനെ സ്വീകരിച്ചിരിക്കുന്നു. ആ സ്ത്രീകൾ വഅഖദ്ന മിൻകും മീസാഖൻ ഖലീല, ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്നും ബലിഷ്ഠമായ ഒരു കരാറിനെ സ്വീകരിച്ചിരിക്കുന്നു. വിവാഹമാകുന്ന കരാറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മൃഗങ്ങളെ പോലെയല്ല, പക്ഷികളെ പോലെയല്ല, ജന്തുജാലങ്ങളെ പോലെയല്ല മനുഷ്യർ എന്ന് പറയുന്നത്. വിവാഹമാകുന്ന കരാറിലൂടെ രൂപപ്പെടുന്ന ഇണതുണകളാണ് മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ടത്. എന്തിന്? എവിടെയെങ്കിലും പോയിട്ട് ലൈംഗികമായി പ്രാപിക്കുക എന്ന ജന്തുജാലങ്ങളുടെ രീതിയല്ല മനുഷ്യൻ്റെ രീതിയായി ഉണ്ടാവേണ്ടത്. കൃത്യമായ വിവാഹമാവണം. ആ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും പറഞ്ഞു, ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി, അടക്കവും ഒതുക്കവും ഉണ്ടാവുന്നതിന് വേണ്ടി. പുരുഷന്മാർക്ക് അവർ വിവാഹം ചെയ്ത സ്ത്രീകളിലും, സ്ത്രീകൾക്ക് അവർ വിവാഹം ചെയ്ത പുരുഷന്മാരിലും സക്കീനത്തുണ്ടാവുന്നതിന് വേണ്ടി, ശാന്തതയും സമാധാനവും കണ്ടെത്തുന്നതിന് വേണ്ടി. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ദൈവം തമ്പുരാൻ തന്നെ നിശ്ചയിച്ചതാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ ദൈവം തമ്പുരാൻ അല്ലാഹു തആല മവദ്ദത്തിനെയും റഹ്മത്തിനെയും നിശ്ചയിച്ചിരിക്കുന്നു. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം ലൈംഗിക വികാരങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മവദ്ദത്ത്. ലൈംഗിക വികാരങ്ങൾ മാത്രമല്ല, ലൈംഗിക ദാഹം മാത്രമല്ല, പക്ഷേ ലൈംഗിക ദാഹം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മവദ്ദത്ത് എന്ന് വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ആ മവദ്ദത്ത് നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല നിശ്ചയിച്ചു. തലമുറകൾ നിലനിൽക്കണമെങ്കിൽ ഈ ലൈംഗികമായിട്ടുള്ള ദാഹം ആവശ്യമാണ്. അതിനുവേണ്ടി അല്ലാഹു തആല തന്നെ നിശ്ചയിച്ചതാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷകത്വം തോന്നുന്നില്ല എങ്കിൽ ഇവിടെ തലമുറകൾ ഒരു ജന്തുജാലത്തിലും, മനുഷ്യരടക്കമുള്ള ഒരു ജന്തുജാലത്തിലും തലമുറകൾ നിലനിൽക്കുകയില്ല. അതോടുകൂടി അസ്തമിച്ചു പോകും. അതുകൊണ്ട് മവദ്ദത്തിനെ അല്ലാഹു തആല തന്നെ നിശ്ചയിച്ചു. വജഅല ബൈനകും മവദ്ദതൻ. നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല മവദ്ദത്തിനെ, സ്നേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വറഹ്മത്തൻ, കാരുണ്യത്തെയും. ആ സ്നേഹം കാമവികാരങ്ങളടക്കമുള്ള, ലൈംഗികേച്ഛകളടക്കമുള്ള, ലൈംഗികമായ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഉള്ള ദാഹം, അതൊക്കെ ഒരു നിശ്ചിത പ്രായത്തിലാണ് നിലനിൽക്കുന്നത്. ആ പ്രായം കഴിഞ്ഞാലും, വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പെട്ടാലും, രോഗാവസ്ഥയിലായാലും ഈ ദമ്പതിമാർ നിലനിൽക്കണം. അതിനുവേണ്ടി മവദ്ദത്തിനോടൊപ്പം റഹ്മത്തും കൂടി അല്ലാഹു തആല തന്നെ നിശ്ചയിച്ചു എന്ന ഖുർആന്റെ പ്രയോഗം എത്ര മനോഹരമാണ്. വജഅല ബൈനകും, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു മവദ്ദത്തൻ, സ്നേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം മതിയാക്കാതെ വറഹ്മത്തൻ, ആ വിവാഹ ജീവിതത്തിലൂടെ ക്രമാനുഗതമായി പുരോഗതി പ്രാപിക്കുന്നതാണ് റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുന്നത്. ദമ്പതിമാർ അവരുടെ രോഗാവസ്ഥയിലും, അവരെ ശയ്യയിൽ കിടക്കുന്ന കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ മുന്നോട്ട് പോകുമ്പോഴും അവർക്കിടയിൽ ഉണ്ടാവുന്നതാണ് റഹ്മത്ത്. അതല്ലെങ്കിൽ സഹാനുഭൂതി, കാരുണ്യം എന്നൊക്കെ നമുക്കതിനെ വിശദീകരിക്കാവുന്നതാണ്.
ഇസ്രായേൽ കിങ്കരന്മാരെ പലസ്തീനി ചെറുപ്പക്കാരനെ കൊണ്ടുപോയി, അയാളുടെ പ്രിയതമയെയും കൊണ്ടുപോയി അതിക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി, അതിക്രൂരമായ അക്രമങ്ങൾക്കിരയാക്കി. ആ സഹോദരി, ആ പെൺകുട്ടി അവരുടെ ഗർഭപാത്രമടക്കം നശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ, എല്ലാ ശാരീരികമായ ശേഷിയും നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. ഇനി തിരിച്ചു വരാനുള്ളത് അവരുടെ പ്രിയതമനാണ്. പക്ഷേ പ്രിയതമൻ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. ഇസ്രായേൽ കിങ്കരന്മാർ അവരുടെ ഈ പറയുന്ന അക്രമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ ചെറുപ്പക്കാർ, യുവാക്കൾ ആരും തന്നെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാത്തതിനാൽ ആരോഗ്യത്തോടു കൂടി അവർ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ പോലും ആ പെൺകുട്ടി ആ പ്രിയതമന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ ഇനിയും ധാരാളം കാലം എൻ്റെ പ്രിയതമൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണമേ എന്നതാണ് പ്രാർത്ഥന. എന്തിനാണ് ആ പെൺകുട്ടിക്ക് ആ യുവാവിൻ്റെ കൂടെ ഇനിയും ഒരു ജീവിതം? രോഗിയായ ഈ പെൺകുട്ടിക്ക് ഒന്നിനും കഴിയാതെ തിരിച്ചു വരുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ എന്തിനാണ് ഇനിയൊരു ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, അതാണ് കാരുണ്യം എന്ന് പറയുന്നത്. വാർദ്ധക്യത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദമ്പതിമാരും അങ്ങനെ തന്നെയാണല്ലോ. രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ശാരീരികമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴുമുണ്ടൊരു റഹ്മത്ത്, അപ്പോഴുമുണ്ടൊരു കാരുണ്യം, അപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതിനെയാണ് റഹ്മത്ത്, കാരുണ്യം, സഹാനുഭൂതി എന്നെല്ലാം തന്നെ ഖുർആൻ വിശദീകരിച്ചത്. ഇത് നാഥൻ പടച്ചതമ്പുരാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച സഹാനുഭൂതിയാണ്. നമുക്ക് എവിടെന്നോ ലഭിച്ചതാണ്, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ആർജിച്ചതാണ് എന്ന് മനസ്സിലാക്കരുത്. വജഅല ബൈനക്കും, വജഅല അവൻ നിശ്ചയിച്ചിരിക്കുന്നു, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന ഖുർആന്റെ പ്രയോഗം. ബൈനക്കും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്നു. വൃദ്ധരായ ഇണകൾ, ആ സഹാനുഭൂതിയും കാരുണ്യവുമാണ്. രോഗികളായ ആളുകൾ, ഇണകൾ, ദമ്പതിമാർ, ആ സഹാനുഭൂതിയും കാരുണ്യവുമാണ് പങ്കുവെക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ തെളിവായിട്ട് ഇത് മതി. കുടുംബം പടച്ചവനിലേക്കുള്ള തെളിവാണ്. പടച്ചവനിലേക്ക് ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമാണ്. കുടുംബമാകുന്ന സ്ഥാപനത്തിൻ്റെ ആത്മീയമായ മഹത്വം തിരിച്ചറിയുക എന്നതാണ് സമാധാനമുണ്ടാവാൻ ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായി പറയാനുള്ളത്, എപ്പോഴാണ് നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാവുക? ഒന്ന്, ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആത്മീയമായ മഹത്വം തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി പറയാനുള്ളത്, അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല ബാധ്യതകളെക്കുറിച്ചും ബോധമുണ്ടാവുക. എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഞാൻ നൽകാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ബോധവാനാവുക. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് അവകാശങ്ങളുണ്ട് ബാധ്യതകളുള്ളതുപോലെ, ബാധ്യതകളുണ്ട് അവകാശങ്ങളുള്ളതുപോലെ. ഖുർആന്റെ പ്രയോഗമാണ്. ആ അവകാശ ബാധ്യതകൾ പരസ്പരം പൂർത്തീകരിക്കുക എന്നതാണ് കുടുംബജീവിതത്തിലെ തഖ്വ എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിലെ തഖ്വയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് പടച്ച അതേ ആത്മാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെയും പടച്ച നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ഇണകളിൽ നിന്ന് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ഇണകളിൽ നിന്ന് ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്ത ആ പടച്ചവനെ നിങ്ങളെ സൂക്ഷിക്കണം. കുടുംബജീവിതത്തിൽ തഖ്വ കൈകൊള്ളാൻ നിങ്ങൾക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ചാണ് നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. കുടുംബ മേഖലയിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അവകാശ ബാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരാവുക. മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾക്ക് മക്കളോട് അവകാശ ബാധ്യതകളുണ്ട്. അവകാശങ്ങൾ മാത്രമല്ല, ബാധ്യതകളുണ്ട്, ഹുക്കൂക്കുകളുണ്ട്. ആ ഹുക്കൂക്കുകളെ സംബന്ധിച്ച് ബോധവാന്മാരാവുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അവകാശങ്ങൾ എന്നതുപോലെ ബാധ്യതകളുമുണ്ട്, അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാവുക. അത് പാലിക്കുന്നിടത്തുള്ള ജാഗ്രതയാണ് കുടുംബജീവിതത്തിലെ തഖ്വ എന്ന് പറയും. ആ തഖ്വ എവിടെ നിന്ന് തുടങ്ങണം? ആ തഖ്വ തുടങ്ങേണ്ടത് ഇണകളെ തെരഞ്ഞെടുക്കുന്നിടത്ത് നിന്നാണ്.
കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ആ തഖ്വ തുടങ്ങണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി നസബിഹാ വലി ദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. 4 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ലോകത്തെ വിവാഹം സംഭവിച്ചു പോരുന്നത്. സമ്പത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ, സൗന്ദര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ, തറവാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ, ദീനിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങളും. ഫൽഫർ ബിദാത്തിദ്ദീൻ. ദീനുള്ളവരെയാണ് നിങ്ങൾ അതിജയിക്കേണ്ടത്. ദീനുള്ളവരെയാണ് നിങ്ങളുടെ ഇണകളായി നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. ദീനുള്ളവരെയാണ് നിങ്ങളുടെ മക്കൾക്ക് വധുവായി നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി നസബിഹാ വലി ദീനിഹാ. 4 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമ്പത്ത്, തറവാട്, സൗന്ദര്യം, ദീൻ, ഈ 4 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നേ നിങ്ങൾക്ക് മാനദണ്ഡമാവാൻ പാടുള്ളൂ. ഫൽഫർ ബിദാത്തിദ്ദീൻ. ദീനുള്ളവരെ നിങ്ങൾ അതിജയിക്കുക, തെരഞ്ഞെടുക്കുക. ഇദാ അതാകും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിദൂഹു വഇല്ലാ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. നല്ല സ്വഭാവവും നല്ല ദീനുമുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ വിവാഹാന്വേഷണം നടത്തി വന്നാൽ അയാൾക്ക് നിങ്ങൾ മറ്റൊരു പരിഗണനയും നോക്കാതെ വിവാഹം ചെയ്തു കൊടുക്കണേ. അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്നത്. ദീനുള്ള സൽസ്വഭാവമുള്ള ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇണകളായി, നമ്മുടെ മക്കൾക്ക് ഇണകളായി. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആദ്യം പണം വരട്ടെ, ദീനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അതാണ് അപകടം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഉണ്ടാക്കിയെടുക്കാൻ അപൂർവം ചില കുടുംബങ്ങളിൽ അസാധാരണമായി സാധ്യമായിട്ടുണ്ടാവും. പക്ഷേ അത് സാധാരണമായിട്ട് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ദീനുള്ളവരെ തേടി പിടിക്കണം എന്ന് തന്നെയാണ്. ദീനാണ് പ്രധാനം. കാരണം ദീനിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആളുകളുടെ മനസ്സിൽ നിന്ന് ദീനിങ്ങനെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്താണ്. പ്രത്യേകിച്ചും യുവാക്കൾ മുർത്തദ്ദുകളായിക്കൊണ്ടിരിക്കുന്ന കാലം, നവമുർത്തദ്ദുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദീനിന് വലിയ മുന്തിയ ഒന്നാമത്തെ പരിഗണന നൽകണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലമാണത്. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ഒരു മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ വിശ്വാസിയായിരുന്നു, പക്ഷേ വൈകുന്നേരമായപ്പോൾ അയാൾ നിഷേധിയായി. ആ രീതിയിൽ നേരം വെളുത്തപ്പോൾ വിശ്വാസിയായ മനുഷ്യൻ വൈകുന്നേരമാവുമ്പോൾ നിഷേധിയും, നേരം വെളുത്തപ്പോൾ നിഷേധിയായ മനുഷ്യൻ വൈകുന്നേരമാവുമ്പോൾ വിശ്വാസി. അത് നല്ല കാര്യമാണ്. പക്ഷേ വിശ്വാസിയായ മനുഷ്യൻ വൈകുന്നേരമാവുമ്പോൾ നിഷേധിയാവുന്ന എന്ന് പറഞ്ഞാൽ വളരെ അനുനിമിഷം ആളുകൾ മുർത്തദ്ദായി കൊണ്ടിരിക്കുന്ന, നവമുർത്തദ്ദുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലം. എക്സ് മുസ്ലിങ്ങളെന്നും മറ്റു ധാരാളം പേരുകളിൽ ആളുകൾ ഇസ്ലാം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ദീനെന്ന് പറയുന്നത് മുന്തിയ പരിഗണന നൽകേണ്ടുന്ന കാര്യമാണ്. കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസമുണ്ട്. ദീനുള്ളവരുടെ കാഴ്ചപ്പാടും ദീനിനോട് അലംഭാവ സമീപനം സ്വീകരിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടും ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. വിവാഹം തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ ലിവിങ് ടുഗദർ മതി, ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ഒരു ബാധ്യതവും ഏറ്റെടുക്കാതെ സ്ത്രീ പുരുഷന്മാർ, യുവതി യുവാക്കൾ ഒരു നിശ്ചിത കാലം വരെ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന ലിവിങ് ടുഗദർ, ആണാണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ലൈംഗികമായ അരാജകത്വ ജീവിതം. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന പാട്ടിനെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും എണ്ണം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്താണ് വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കുക. വിവാഹമാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, വിവാഹമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, വിവാഹമാണ് സദാചാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടായാലും ആ വൈവാഹിക ജീവിതത്തിലൂടെ കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സംതൃപ്തവും സന്തോഷകരവും സമാധാനപൂർവമായ സമൂഹങ്ങൾ ഉണ്ടാവൂ എന്ന തിരിച്ചറിവ് നിലനിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ദീനുള്ള ആളുകൾ എന്ന് പറയുന്നത്. അന്നികാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ആരെങ്കിലും എൻ്റെ ചര്യയിൽ നിന്നകന്നാൽ അയാൾ എന്നിൽപ്പെട്ടവനല്ല. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനി. ഒരു മനുഷ്യൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഒരു ദാസൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ദീനിന്റെ പകുതി അയാൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. യാ മഅ്ശറ ശബാബ്, യുവാക്കളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ
ശേഷിയുള്ള ആളുകൾ വിവാഹം ചെയ്യണേ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്. അത് ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തുന്നതുമാണ്. നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തുന്നതും ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതുമായ വിവാഹം നിങ്ങൾ ചെയ്യണേ ചെറുപ്പക്കാരെ എന്ന് ചെറുപ്പക്കാരോട്, യുവാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയാണ്. വിവാഹം ചെയ്താൽ മാത്രം പോരാ, പരസ്പരമുള്ള കുടുംബപരവും സാമ്പത്തികവുമായ ബാധ്യതകൾ നിറവേറ്റാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാർ, നിങ്ങളുടെ ഭാര്യമാർ, അവർക്ക് ഭക്ഷണം നൽകണം. ന്യായമായ രീതിയിൽ അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും നിങ്ങൾ നൽകണേ. നിങ്ങളുടെ ഇണകൾക്ക് ന്യായമായ രീതിയിൽ നിങ്ങൾ ഭക്ഷണവും വസ്ത്രവും നൽകണേ. ഖുർആന്റെ കൽപ്പനയാണ്. അഫ്ളലു ദീനാരി യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. ദീനാറിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദീനാർ എന്ന് പറയുന്നത്, നിങ്ങൾ നടത്തുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദാനമെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ധനമാണ്. അത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പണം നൽകുക, അത് മാത്രം പോരാ, പണം നൽകണം, സാമ്പത്തികമായ ബാധ്യതകൾ നിറവേറ്റണം. അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് നല്ല പെരുമാറ്റം ആർജിക്കുവാൻ നമ്മുടെ ഇണകൾക്ക് സാധ്യമാവുക എന്ന് പറയുന്നത് നമ്മുടെ ഇണകളുടെ അവകാശമാണെന്നുള്ള തിരിച്ചറിവ്, അവർക്ക് നല്ല പെരുമാറ്റം നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അവകാശ ബാധ്യതകൾ നിറവേറ്റുക. അവകാശങ്ങൾ മാത്രമല്ല, ബാധ്യതകൾ കൂടി എനിക്കുണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വ ഖിയാറകും ഖിയാറകും ലിനിസാഇകും. വിശ്വാസികളിൽ വിശ്വാസം കൊണ്ട് ഏറ്റവും പൂർണ്ണതയുള്ള ആളുകൾ അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. സൽപെരുമാറ്റം ഇണകളോട് കാഴ്ചവെക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ സ്വഭാവത്തിന്റെ ഉടമകൾ. വഅന ഖൈറുക്കും ലിഅഹ്ലി. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. റസൂലുള്ളാഹിക്ക് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, ആദ്യത്തെ സൽ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം നൽകുന്നത് അവിടുത്തെ ഇണകൾ തന്നെയാണല്ലോ. കാന ഖുലുഖുഹു ഖുർആന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, പെരുമാറ്റം ഖുർആനാണ്. ഖുർആനു യംശി അലൽ അർള്. ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തേത് കുടുംബത്തിന്റെ ആത്മീയമായ മഹത്വം തിരിച്ചറിയുക, പഠിക്കുക. രണ്ടാമത്തേത്, എനിക്ക് അവകാശങ്ങൾ മാത്രമല്ല ബാധ്യതകൾ കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാവുക. മൂന്നാമതായി, ഗാർഹിക പീഡനങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും പുറത്തു വരുമ്പോഴാണ്, അതതിൻ്റെ അപകടാവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ, ചോര പൊട്ടി ഒലിക്കുമ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ആ രീതിയിൽ രഹസ്യമായി പോലും ഗാർഹിക പീഡനങ്ങൾ നമ്മുടെ വീടിനകത്ത് നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നവർ പോലും സെറ്റപ്പ് ബോക്സ് കൊണ്ട് ഇണയെ അടിച്ചുകൊണ്ട് പരിക്കേൽപ്പിക്കുന്ന വാർത്തകൾ വരുമ്പോഴാണ് ഇത്തരം ഖുത്ബകളും സംസാരങ്ങളുമൊക്കെ നമ്മൾ നടത്തുന്ന. സഹോദരങ്ങളെ, നമ്മുടേതടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഗാർഹിക പീഡന നിരോധന നിയമങ്ങളുണ്ട്. എന്നിട്ടും നമുക്ക് ഈ ഗാർഹിക പീഡനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗാർഹിക പീഡന പരാതികളുമായിട്ട് നമ്മുടെ കുടുംബ കോടതികളിൽ അമ്മമാർ, ഉമ്മമാർ, സഹോദരിമാർ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് മടങ്ങുക എന്നതാണ് വിശ്വാസികൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. റസൂലിലേക്ക് മടങ്ങുക. അവിടുത്തെ കുടുംബജീവിതത്തെ പലരും അപഹസിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ റസൂലിൻ്റെ കുടുംബജീവിതം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതുപോലെ പൂർണ്ണതയുള്ള, ജ്വലിച്ചു നിൽക്കുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എവിടെയുമില്ല എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ വലംറഅതൻ വലാ ദറബ ബിയദിഹി ഷൈആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിചാരകനെയും അടിച്ചിട്ടില്ല.
ഒരു പരിചാരകനെയും ഒരു വേലക്കാരനെയും അടിച്ചിട്ടില്ല. വലംറഅത്തൻ, ഒരു സ്ത്രീയെയും അടിച്ചിട്ടില്ല. പ്രവാചകൻ ഒരുപാട് വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ചരിത്രം നമുക്കറിയാം. പക്ഷേ പ്രവാചകന്റെ ഒരു ഇണയെപ്പോലും റസൂലുള്ള അടിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. വലാ ലറബ ബിയദിഹി ശൈഅൻ, പ്രവാചകൻ തൻ്റെ കൈ കൊണ്ട് ഒന്നിനെയും അടിച്ചിട്ടില്ല. ആകെ പ്രവാചകൻ ചെയ്തത് യുദ്ധമുഖത്താവുമ്പോൾ എതിരാളികളെ നേരിടും, അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഒരാളും ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ടില്ല. പ്രവാചകൻ ഭാര്യമാരിൽ ഒരാളെയും അടിച്ചിട്ടില്ല. അതാണ് മാതൃക, അതാണ് മാതൃക. സഹോദരങ്ങളെ, ക്ഷമിക്കാനും സഹിക്കാനും കഴിയുക എന്നുള്ളതാണ്. രണ്ട് കൈകൾ കൂട്ടിയിടിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ അടിക്കുമ്പോഴാണ് ശബ്ദമുണ്ടാവുന്നത്. ഒരു കൈ ഇങ്ങനെ പരസ്പരം അടിക്കാതിരുന്നാൽ ശബ്ദമുണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മറുവശത്ത് ഇരിക്കുന്ന ആൾ ബഹളമുണ്ടാക്കുകയാണെങ്കിലും ഈ വശത്തിരിക്കുന്നയാൾ അല്പം ക്ഷമ പാലിച്ചാൽ ഈ ഗാർഹിക പീഡനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ മാതൃക ഉൾക്കൊള്ളുക, അതാണ് വിശ്വാസികൾക്ക് കരണം. അത് പഠിക്കുക മാത്രമല്ല, അത് പകർത്തുക. റസൂലുള്ളാഹി തൻ്റെ ഇണകളെ ആക്ഷേപിച്ചിട്ടില്ല, അവരുടെ ബന്ധുക്കളുടെ മുമ്പിൽ അപമാനിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താ? മാ അക്രമകുന്ന ഇല്ലാ കരീമുൻ വമാ അഹാനകുന്ന ഇല്ലാ ലഈമുൻ. സ്ത്രീകളെ മാന്യന്മാരല്ലാതെ ആദരിക്കുകയില്ല, മാന്യന്മാരല്ലാതെ സ്ത്രീകൾ ആദരിക്കുകയില്ല. ഒരാളുടെ മാന്യതയുടെ അടയാളമാണ് അയാളുടെ ഇണയോടെ അയാൾ നല്ല നിലയിൽ പെരുമാറുക എന്ന് പറയുന്നത്. നിന്ദ്യന്മാരല്ലാതെ സ്ത്രീകളെ നിന്ദിക്കുകയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ പ്രവാചകന്റെ ജീവിതത്തെ മാതൃകയാക്കുക എന്നതാണ് ഗാർഹിക പീഡനങ്ങൾ സമൂഹത്തിൽ കുടുംബങ്ങൾ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. നാലാമതായിട്ട് നമുക്ക് കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ നാലാമത്തെ ഒരു കാര്യം കൂടി ഇന്നത്തെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതായത് സാമ്പത്തിക സ്വാർത്ഥതകളോടെ പരസ്പരം ഇടപഴകാതിരിക്കാനുള്ള ജാഗ്രത. സമ്പത്താണ്. സമ്പത്ത് വളരുമ്പോൾ, യൂട്യൂബ് വരുമാനം കൂടുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിലുള്ള ജീവകാരുണ്യ ട്രസ്റ്റുകളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അതിലൂടെയൊക്കെയുള്ള വരുമാനങ്ങൾ കൂടുമ്പോൾ ഇതാര് കൈകാര്യം ചെയ്യണം, മുൻപന്തിയിൽ ആരുണ്ടാവണം എന്ന തർക്കം വരികയാണ്. ഈ തർക്കം മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ സാമ്പത്തിക തർക്കമുണ്ട്. ഒരു വിഷയത്തിലല്ല, ഒരുപാട് കാര്യങ്ങളിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ സാമ്പത്തിക തർക്കങ്ങൾ, സഹോദരന്മാർക്കിടയിൽ സാമ്പത്തിക തർക്കങ്ങൾ. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സഹോദരന്മാർ മിണ്ടുന്നില്ല. എന്താ വിഷയം? വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വത്ത് ഓഹരി വെച്ചപ്പോ അതിൽ എനിക്ക് നീതി നിഷേധം വന്നുപോയി. ഇതാണ് പരാതി, എല്ലാവരുടെയും പരാതി അതാണ്. അതുകൊണ്ട് മിണ്ടുന്നില്ല, തർക്കമാണ്, ബഹളമാണ്. ഇനി മിണ്ടാൻ തുടങ്ങിയാൽ തർക്കവും ഒച്ചപ്പാടും. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ കലഹങ്ങളിലൂടെ സമൂഹം കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായ വളർച്ച വന്നപ്പോഴാണ്, സമ്പത്ത് വന്നപ്പോഴാ, സമ്പത്തിൻ്റെ പേരിലാണ് ബന്ധുക്കൾ പരസ്പരം കലഹം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഈ കലഹം വരുന്നു എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ ഉടമസ്ഥത ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ് എന്നിത്യാദിയുള്ള തർക്കങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലം. സഹോദരങ്ങളെ, ഇന്നത്തെ പണക്കാരൻ നാളത്തെ ദരിദ്രനാണ്, ഇന്നത്തെ ധാരാളി നാളത്തെ എരപ്പാളിയാണ് എന്ന് പഴയകാലത്തെ ആളുകൾ പറയാറുണ്ട്. ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. സമ്പത്തല്ല പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹബന്ധമാണ്. സമ്പത്തിന്റെ ഒഴുക്ക് നിങ്ങളെയും നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മൽ ഫഖറ അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു, വലാകിൻ യഖ്ശാ അൻ തബ്സുത്ത ദുനിയാ അലൈക്കും, നിങ്ങൾ കൈഹികമായ വിശാലതയുണ്ടാവുക, കുറേ സമ്പത്ത് നിങ്ങൾക്കുണ്ടാവുന്നത് എനിക്ക് പേടിയാണ്, എനിക്ക് ആശങ്കയാണ്. കാരണം നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് ഈ സമ്പത്തിന്റെ പേരിലുള്ള തർക്കം കൊണ്ടായിരുന്നു. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത്, അതുപോലെ നിങ്ങളും നശിച്ചു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തല്ല പ്രധാനം, സമ്പത്ത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് പരസ്പരമുള്ള ബന്ധങ്ങളും പരസ്പരമുള്ള സ്നേഹവും എന്ന തിരിച്ചറിവ്. എന്ന് നേടുന്നുവോ അന്നാണ് സമൂഹത്തിൽ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവുക. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. 1, കുടുംബത്തിൻ്റെ ആത്മീയ പ്രാധാന്യം നമ്മൾ പഠിക്കുക, തിരിച്ചറിയുക. 2, പരസ്പരമുള്ള ബാധ്യതകൾ പാലിക്കുക. 3, ഗാർഹിക പീഡനങ്ങളെ സംബന്ധിച്ചുള്ള അതീവ ജാഗ്രത. ഒരിക്കലും നമ്മുടെ വീട്ടിൽ
ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഇണകൾക്കിടയിൽ ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ, ശാരീരിക ദ്രോഹങ്ങളോ മാനസിക ദ്രോഹങ്ങളോ ഉണ്ടാവാൻ പാടില്ല. 4 പണത്തെക്കാൾ സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇത്തരം നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കുടുംബങ്ങളിലും അല്ലാഹു സന്തോഷവും സമാധാനവും പരസ്പരമുള്ള സംതൃപ്തിയും നിലനിർത്തി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.